മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, ആ റബീഉൽ അവ്വൽ 12 നമ്മളിലേക്ക് കടന്നു വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നബിതങ്ങളെ കുറിച്ച് അനുസ്മരിക്കുകയും നബിതങ്ങളെ കുറിച്ച് പഠിക്കുകയും പറയുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും എല്ലാം ചെയ്യുന്ന ഒരു മാസമാണ് വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യമായിട്ട് പഠിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം. അത് കഴിഞ്ഞാൽ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിതങ്ങൾ ആരാണെന്ന് പഠിക്കണം. ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഓർമ്മ വെച്ച കാലം മുതൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോ നബിദിനം ആഘോഷിക്കുകയും ആ മുത്തുനബിയുടെ ആ ജനനം കൊണ്ട് സന്തോഷിക്കുകയും അൽഹംദുലില്ലാ നബിദിന റാലികൾ നടത്തുകയും മൗലിദ് പാരായണം ചെയ്യുകയും മദുഹുകൾ പറയുകയും കേൾക്കുകയും പ്രസംഗിക്കുകയും എല്ലാം ചെയ്യുന്നവരാ നമ്മൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് നബിതങ്ങളെ കുറിച്ച് എന്തറിയാം? അതാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു ഹൈന്ദവനായ ഒരു സഹോദരൻ, അല്ലെങ്കിൽ ഒരു ക്രിസ്തുമത വിശ്വാസിയായ ഒരു സഹോദരൻ, സഹോദരിമാരുടെ കൂടെ പലപ്പോഴും അയൽവാസികളായി കഴിയുന്ന ഒരു സഹോദരി നിന്നോട് ചോദിക്കുന്നു, ആരാണ് മുത്തുനബി? ആരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാ? എനിക്ക് നബിതങ്ങളെ കുറിച്ചൊന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾക്ക് എത്ര അറിവുണ്ട് നബിതങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്താൻ? നമുക്ക് നബിതങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും സമയമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം വായിക്കുക, പഠിക്കുക, അതിന് എത്രത്തോളം വലിയ പ്രതിഫലമുള്ള നന്മയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 63 വർഷക്കാലത്തെ ജീവിതം, 23 വർഷക്കാലത്തെ നുബൂവത്തിന്റെ ജീവിതം, ലോകത്ത് മരിക്കുന്ന കാലം വരെ ഒരാൾക്കും അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറയുവാനോ പരിചയപ്പെടുത്തുവാനോ പറഞ്ഞു തീർക്കാനോ കഴിയാത്ത അത്രയും വിശാലമായ ഒരു ചരിത്രമാണ് മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിതങ്ങളെ കുറിച്ച് പറഞ്ഞു തീർക്കാനോ എഴുതി തീർക്കുവാനോ ഒരാളെ കൊണ്ടും കഴിയില്ല. എന്റെ ജീവിതകാലം മുഴുവനും നബിതങ്ങളെ കുറിച്ച് പറയാൻ മാറ്റിവെച്ചാലും തീരാത്ത അത്രയും വിശാലമായ ഒരു ജീവിതമാണ് നബിതങ്ങളുടെ ജീവിതം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നബിതങ്ങളെ കുറിച്ച് പഠിക്കാൻ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ് അഷ്റഫുൽ ഖൽഖ്. ആ വാക്കിന്റെ അർത്ഥം പോലും നമ്മളിൽ പലർക്കും അറിയില്ല. അഷ്റഫുൽ ഖൽഖ് എന്ന നബിതങ്ങളുടെ പേര് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബിയെ കുറിച്ച് പഠിക്കാൻ, മുത്തുനബിയെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും കുറഞ്ഞ ഒരു അറിവെങ്കിലും വേണം. അഷ്റഫുൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ എന്തിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ, ആ സൃഷ്ടിച്ചതിൽ വെച്ച് അത് സ്വർഗമാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടോ, അത് പരിശുദ്ധമായ കഅബാലയമാണെങ്കിലും സ്വർഗമാണെങ്കിലും അള്ളാഹുവിന്റെ അർശാണെങ്കിലും കുർശാണെങ്കിലും ആകാശവും ഭൂമിയും പടച്ചവൻ ലോകത്ത് എല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹു പടച്ചതിൽ വെച്ച് ഒന്നാമത്തെ സ്ഥാനം ആർക്കാണെന്നറിയുമോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും പദവിയുള്ള ആളാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. പരിശുദ്ധമായ കഅബാലയം, നമ്മൾ ആദരിക്കുന്ന കഅബ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകാനാ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിനാണോ ഒന്നാമത്തെ സ്ഥാനം? നബിതങ്ങൾക്കാണോ ഒന്നാമത്തെ സ്ഥാനം? ഏതിനാ? വെടി കൊണ്ടതുപോലെ ഇരിക്കണം നോക്കിയേ. എടോ, നമ്മളൊക്കെ ആഗ്രഹിക്കണ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിനാണോ സ്ഥാനം കൂടുതൽ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണോ സ്ഥാനം കൂടുതൽ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗം പടയ്ക്കാൻ കാരണക്കാരൻ ആരാ? മുത്തുനബി. അള്ളാഹുവിന്റെ പ്രവാചകനല്ല, ഇതെല്ലാം ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരൻ ആരാ? അത് മുത്തുനബിയല്ലേ. അപ്പൊ നബിതങ്ങളുടെ സ്ഥാനം ഒന്ന് മനസ്സിലാക്കി നോക്ക്. നബിതങ്ങളുടെ സ്ഥാനം എത്ര വലുതാ! അതാണ് അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ഒന്നാമത്തെ സ്ഥാനം മഹാനായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പഠിക്കണം. ഈ പള്ളി മജ്ലിസിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചില്ലെങ്കിലും, നമ്മൾ അല്ലാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ആ നബി തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്തില്ലെങ്കിലും, ആ നബി തങ്ങളെ കുറിച്ച് വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തില്ലെങ്കിലും, അല്ലാഹുവിന്റെ പ്രവാചകന് നമ്മളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ഖിയാമത്ത് നാൾ വരെയുള്ളവരോട് നബി തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഒരിക്കൽ നബി തങ്ങൾ അതാ ജന്നത്തുൽ ബഖയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖയിലേക്ക് കടന്നു ചെന്നു. പടച്ചവനെ അവിടുന്ന് ദുആ ചെയ്തു പിരിയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് പറയുന്നു, ഞാൻ എന്റെ കൂടപ്പറപ്പുകളെ എന്നാണ് കാണുന്നത്, ഞാൻ എന്റെ സഹോദരങ്ങളെ എന്നാണ് കാണുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനതാ ജന്നത്തിൽ ബഖീൽ നിന്നുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ അങ്ങയുടെ കൂടപ്പറപ്പുകളെ, അങ്ങയുടെ സഹോദരങ്ങള് എന്നാണ് കാണുന്നതെന്ന് അങ്ങ് ചോദിക്കുന്നല്ലോ. യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലേ നബിയേ, ഞങ്ങളല്ലേ അങ്ങയുടെ കൂടപ്പറപ്പുകള്. അല്ലാഹുവിന്റെ പ്രവാചകനോട് നബി തങ്ങൾ ദുആ ചെയ്യുന്നത് കേട്ടപ്പോൾ അവിടത്തെ സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങള്, ഞങ്ങളല്ലേ അങ്ങയുടെ കൂടപ്പറപ്പുകള്, ഞങ്ങൾ അങ്ങയുടെ കൂടെയുണ്ടല്ലോ, പിന്നെ ആരെയാണ് തിരക്കുന്നതെന്ന് നബി തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ എന്റെ സഹാബത്താണ്, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്. ഞാൻ പറയുന്നത് നിങ്ങളെ കുറിച്ചല്ല. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് കാണാൻ കാത്തിരിക്കുന്ന കൂടപ്പുറപ്പുകളാരാ, അങ്ങ് കാണാൻ കാത്തിരിക്കുന്ന അങ്ങയുടെ സഹോദരങ്ങളാരാ? നബി തങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് വല്ലാത്ത സ്നേഹമാണ്. നിങ്ങൾ എന്നെ കണ്ടവരാണ്, എന്റെ കൂടെ നടന്നവരാണ്, എന്റെ കൂടെ ഭക്ഷണം കഴിച്ചവരാണ്, എല്ലാ ദിവസവും എന്നെ കാണുന്നവരാണ്, എന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നവരാണ്, നിങ്ങൾ എന്റെ കൂടെ നിന്ന് നിസ്കരിച്ചവരാണ്, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരുപാട് നാളുകളായി എന്റെ കൂടെ നടക്കുന്നവരാ. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഒരു വിഭാഗം വരാനുണ്ട്, എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം വരാനുണ്ട്. അവര് ജീവിതത്തിൽ ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല, എന്റെ പ്രഭാഷണം കേട്ടിട്ടില്ല, എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല, എന്റെ പുറകിൽ നിന്ന് നിസ്കരിച്ചിട്ടില്ല. പടച്ചവനെ, നിങ്ങളെല്ലാവരും എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരാ, നിങ്ങളെല്ലാവരും എന്നെ കണ്ടിട്ട് സ്നേഹിച്ചവരാ. എന്നാ എന്റെ സമുദായത്തിൽ പിൽക്കാലത്തൊരു വിഭാഗം വരികയാണ്. അവരെന്നെ കണ്ടിട്ടില്ല, എന്റെ കൂടെ നടന്നിട്ടില്ല, എന്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടില്ല, എന്റെ കൂടെ നിസ്കരിച്ചിട്ടില്ല. എന്നാലും അവരവരുടെ മാതാപിതാക്കളെക്കാൾ, അവരുടെ മക്കളെക്കാൾ, അവരുടെ സർവ്വതിനേക്കാൾ അവന്റെ ജീവന്റെ ജീവനായി എന്നെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം വരാനുണ്ട് സഹാബാ. അവരാണ് എന്റെ കൂടപ്പറപ്പ്, അവരെയാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളൊക്കെ എന്നെ സ്നേഹിച്ചത് എന്നെ കണ്ടിട്ടാ. എന്റെ കൂടെ നടന്നു, എന്റെ വയല് കെട്ടു, എന്റെ പുറകിൽ നിന്ന് നിസ്കരിച്ചു, ഞാൻ ദുആ ചെയ്തപ്പോ ആമീൻ പറഞ്ഞു, എന്റെ കൂടെ നിങ്ങൾ യാത്ര ചെയ്തു, നിങ്ങൾ എന്നെ കണ്ടിട്ട് സ്നേഹിച്ചവർ. എന്നാൽ ഇനി വരുന്ന ഒരു വിഭാഗം അവരെന്നെ കാണാതെ തന്നെ സ്നേഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകന് കാത്തിരിക്കുന്ന ആ ഒരു വിഭാഗം നമ്മളാ. ആ നബിതങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാ, നമ്മളെ കാത്തിരിക്കുകയാ. എത്രത്തോളം നമ്മളെ സ്നേഹിച്ചെന്നറിയുവോ?
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഓരോരുത്തരും ഓരോ മുസ്ലിമും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. നിബിതങ്ങൾ എത്രത്തോളം നമ്മളെ സ്നേഹിച്ചതെന്നറിയോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈ പിടിച്ചിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്നോട് സ്നേഹമുണ്ടോ നബിയേ? എന്നെ ഇഷ്ടമാണോ നബിയേ? എന്നോട് സ്നേഹമുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആയിഷ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാം, പിന്നെ ചെയ്താ പോരാ, ഇപ്പൊ ചെയ്യണം നബിയേ, ഇവിടെ ഇരുന്നു കൊണ്ട് ഇപ്പം ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ നബി തങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, അല്ലാഹുവേ എന്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും പടച്ചവനെ എന്റെ ആയിഷ ചെയ്ത പാപം മുഴുവനും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ എന്ന് നബി തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി അവിടുന്ന് നബി തങ്ങൾ ദുആ ചെയ്തപ്പോ സന്തോഷം കൊണ്ട് ആയിഷ ബീബി നബി തങ്ങളെ കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് ആയിഷയുടെ ആ സന്തോഷം കണ്ടപ്പോ ആയിഷ ബീബി പടച്ചവര് നബി തങ്ങളുടെ മടിയിൽ തല വെച്ച് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്യുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ മടിയിൽ തല വെച്ചു കിടക്കുകയാണ്. നബി തങ്ങൾ ദുആ ചെയ്തപ്പോ ആയിഷ ബീബി സന്തോഷം കൊണ്ട് ചിരിക്കുകയാ. അവിടുന്ന് ചിരിച്ച് ചിരിച്ച് ആയിഷ ബീബിയുടെ തല നബി തങ്ങളുടെ മടിയിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. ഈ സന്തോഷം കണ്ടപ്പോ നബി തങ്ങൾ ചോദിച്ചു, ആയിഷ, ഇത്ര സന്തോഷം എന്തേ ആയിഷ? യാ റസൂലല്ലാഹ്, എനിക്കങ്ങ് ദുആ ചെയ്തല്ലോ, ഞാൻ എത്ര വലിയ ഭാഗ്യവതിയാണ്, ഞാൻ എത്ര വലിയ ഭാഗ്യവതിയാണ്. അങ്ങയുടെ ദുആ എനിക്ക് ലഭിച്ചല്ലോ, അങ്ങയുടെ ദുആ എനിക്ക് കിട്ടിയല്ലോ എന്ന് ആയിഷ ബീബി വളരെ സന്തോഷത്തോടെ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, നിനക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ദുആ ചെയ്യുന്നത്, നിനക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ദുആ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്ന സർവ്വ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും ഞാൻ ദുആ ചെയ്യും ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഈ മജ്‌ലിസിലിരിക്കുന്ന ഓരോ ആണിനും പെണ്ണിനും എനിക്കും നിങ്ങൾക്കും വേണ്ടി 1500 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ എപ്പോഴാ ദുആ ചെയ്യുന്നതെന്നറിയുവോ? 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട്, 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദുആ ചെയ്യുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ, നിനക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, ഖിയാമത്ത് നാളെ വരെയുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും ഞാൻ 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, വാപ്പയ്ക്ക് വേണ്ടി ചെയ്യൂ, മരിച്ചുപോയ ഉമ്മയ്ക്ക് വേണ്ടി ചെയ്യൂ. എടോ, നബിതങ്ങൾ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷവും ഈ സിറാജിന് വേണ്ടി ദുആ ചെയ്യും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ദുആ ചെയ്യും. നമ്മളെ അത്രത്തോളം സ്നേഹിച്ച പ്രവാചകൻ, നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട പ്രവാചകൻ, നമ്മളെ കാണാൻ കാത്തിരിക്കുന്ന പ്രവാചകൻ, ആ പ്രവാചകനോട് നമുക്ക്, ആ പ്രവാചകനെ കുറിച്ച് നമ്മൾ എന്താ പഠിച്ചേ? ആ പ്രവാചകനോട് നമുക്കെന്ത് സ്നേഹമാവുള്ളേ? എടോ, സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുത്ത തിരിച്ചു കിട്ടും. നബിതങ്ങളെ സ്നേഹിച്ചാൽ അത് വെറുതെയാകില്ല.
അള്ളാഹുവിന്റെ പ്രവാചകനെ ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഇഷ്ടപ്പെട്ടവന് പ്രവാചകൻ ആ സ്നേഹം അതിന്റെ ഇരട്ടിയാക്കി തിരിച്ചു കൊടുക്കും. ഏതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകനെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹം തിരിച്ചു കിട്ടുന്ന സ്നേഹമാ. ഏതുപോലെ എന്നാൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു ചെല്ലുമ്പോ നബി തങ്ങൾ അവിടെന്ന് ചോദിക്കുന്നു, സ്വഹാബാ തൽഹത്ത് ബിനു ബറാ എവിടെ? സ്വഹാബാ നിസ്കരിക്കാൻ വരുന്നില്ലല്ലോ. അള്ളാന്റെ റസൂലാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പള്ളിയിലെ ഇമാമ് ചോദിക്കുകയാണ്, ഇന്ന മനുഷ്യനെവിടെ കാണുന്നില്ലല്ലോ. ചോദിക്കണമെങ്കിൽ ഒരു ബന്ധമുണ്ടാകണമല്ലോ, ചോദിക്കണമെങ്കിൽ അവർ തമ്മിൽ ഒരു അടുപ്പമുണ്ടാകണമല്ലോ. ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖായ മുത്തുനബിയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, സ്വഹാബാ തൽഹത്ത് ബിനു ബറാഇനെ കാണുന്നില്ലല്ലോ സ്വഹാബാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവേ സുഖമില്ലാതെ കിടക്കുകയാണ് നബിയേ. അല്ലാഹു ഒരു വലിയ മാരകമായ രോഗം കൊടുത്തിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് അവിടെന്ന് പറയുമ്പോ നബി തങ്ങൾക്ക് സമാധാനമില്ല. അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ സ്നേഹിച്ചിരുന്ന തൽഹത്ത് ബിനു ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് നബി തങ്ങൾ കാണാൻ പോവുകയാണ്. മുത്തുനബി അവിടെ നിന്ന് കാണാൻ പോവുകയാണ്. ഒരുപാട് ദൂരം സഞ്ചരിച്ചുകൊണ്ട് തൽഹയുടെ വീട്ടിലേക്ക് നബി തങ്ങൾ കടന്നു ചെന്നു. അല്ലാഹുവേ, ബോധമില്ലാതെ കിടക്കുകയാണ് തൽഹ. രോഗം വന്നാൽ, രോഗം കൂടിക്കഴിഞ്ഞാ ബോധം നഷ്ടപ്പെട്ടു പോകും. നബി തങ്ങളുടെ അടുത്ത് പോയിരുന്നടോ. തൽഹത്ത് ബിനു ബറാഇന് ബോധം തിരിച്ചു വരുമെന്നുള്ള ധാരണയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് സമയം അവിടെ ഇരുന്നപ്പോ കുടുംബക്കാര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ബോധം അങ്ങനെ എളുപ്പത്തിൽ വരാറില്ല നബിയേ. ഒരുപാട് സമയം കഴിഞ്ഞിട്ടേ ബോധം തിരിച്ചു വരൂ. അല്ലാഹുവിന്റെ പ്രവാചകനെ തൽഹത്ത് ബിനു ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ സാരത്തിരുന്നിട്ട് നബി തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. നബി തങ്ങൾ ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് മനസ്സിലായി തൽഹത്ത് ബിനു ബറാഇന്റെ മരണം അടുത്തിരിക്കുകയാ. അവിടത്തെ മരണം അടുത്തിരിക്കുകയാണ്. നബി തങ്ങൾ അവിടെ നിന്ന് കുടുംബക്കാരോട് പറഞ്ഞു, സ്വഹാബാ, എന്റെ തൽഹ മരിച്ചാൽ എന്നോട് പറയണേ സഹാബാ. എന്റെ തൽഹ മരിച്ചാൽ എന്നോട് പറയണേ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറന്നിട്ടിറങ്ങി പോവുകയാണ്. അവസാനം തൽഹത്ത് ബിനു ബറാഇന് ബോധം വന്നു. കുടുംബക്കാര് പറഞ്ഞു, തൽഹ, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ കാണാമെന്നോ, ഒരുപാട് സമയം കാത്തിരുന്നോ, നിനക്ക് വേണ്ടി ദുആ ചെയ്തു. തൽഹ ചോദിച്ചു, നബി തങ്ങൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ലാഹുവിന്റെ റസൂൽ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? കുടുംബക്കാര് പറഞ്ഞു, തൽഹ, നീ മരണപ്പെട്ടാൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറയണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. തൽഹ ചിരിക്കുകയാണ്. തൽഹത്ത് ബിനു ബറാ ചിരിക്കുകയാണ്. എന്നിട്ട് കുടുംബക്കാരോട് പറഞ്ഞു, ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ നബി തങ്ങളോട് പറയണം. രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ നബി തങ്ങളോട് പറയാൻ പാടില്ല. എല്ലാവരും ചോദിച്ചു, തൽഹ, നബി തങ്ങൾ പറഞ്ഞിട്ട് പോയതല്ലേ? ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുമല്ലോ അല്ലാഹുവിന്റെ പ്രവാചകനൊന്ന് വരാനും ദുആ ചെയ്യാനും നിസ്കരിക്കാനും. ഏതൊരു മനുഷ്യനും കൊതിക്കുന്ന കാര്യമാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നീ വേണ്ടെന്ന് പറയുന്നത്? തൽഹ പറഞ്ഞു, ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, വെറുപ്പുള്ളത് കൊണ്ടല്ല, എനിക്ക് വല്ലാത്ത സന്തോഷമുള്ള കാര്യമാണ്. എനിക്കറിയാൻ നബി തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന്.
പിന്നെ വേണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിബിതങ്ങൾ ഞാൻ മരിച്ചാൽ വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആ വരുന്ന സമയത്ത് നിബിതങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാ അതെനിക്ക് താങ്ങാൻ കഴിയുന്ന കാര്യമല്ല, എനിക്കത് വല്ലാത്ത സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് വേണ്ടെന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, തൽഹത്ത് ഇബ്നു ബറാ അവിടുന്ന് വസിയ്യത്ത് ചെയ്യുകയാ. ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകന് കുടുംബക്കാരെ കണ്ടപ്പോ അവിടുന്ന് ചോദിച്ചു, തൽഹത്ത് ഇബ്നു ബറാഇന് എങ്ങനെയുണ്ട്? യാ റസൂലല്ലാഹ്, തൽഹ മരിച്ചു നബിയേ, തൽഹ മരിച്ചുപോയി നബിയേ. ഇന്നാ ലില്ലാഹ്, നിങ്ങൾ എന്തേ എന്നോട് പറയാതിരുന്നത്? നിങ്ങൾ എന്തേ എന്നോട് പറയാതിരുന്നത്? സ്വഹാബത്ത് പെടുന്ന നിബിതങ്ങളോട് പറയുകയാണ്, അവിടുത്തെ വസിയ്യത്ത് ഇങ്ങനെയായിരുന്നു. അങ്ങക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് വല്ലാത്ത സങ്കടമായിരുന്നു നബിയേ, പേടിയായിരുന്നു നബിയേ, അതുകൊണ്ടാണ് പറയാതിരുന്നത്. നിബിതങ്ങൾ ചോദിക്കുന്നു, ഖബർ എവിടെയാണ്? എന്റെ തൽഹയുടെ ഖബർ എവിടെയാണ്? അല്ലാഹുവിന്റെ പ്രവാചകനതാ ഖബർ കാണിച്ചു കൊടുക്കുകയാണ്. തൽഹത്ത് ഇബ്നു ബറാ എന്ന് പറയുന്ന നിബിതങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തേക്ക് മുത്തുനബി കടന്നു തല്ലുകയാണ്. പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുകയാണ്. തൽഹയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്തപ്പോ സ്വഹാബത്തിന്റെ കണ്ടടങ്ങളും നിറയുകയാ. കാരണം പടച്ചവനെ, വല്ലാത്ത ഒരു ദുആയാ, വല്ലാത്ത ഒരു ദുആ. വേറെ ഒരാൾക്ക് വേണ്ടിയും നിബിതങ്ങൾ അങ്ങനെ ദുആ ചെയ്തിട്ടില്ല. എന്താണ് ദുആ ചെയ്തതെന്നറിയുമോ? അല്ലാഹുമ്മ തൽഹത്ത് ഇബ്നു ബറാ വഅന്ത യൽഹഖു ഇലൈഹി വയൽഹഖു ഇലൈക. അല്ലാഹുവിന്റെ പ്രവാചകനെ തൽഹത്ത് ഇബ്നു ബറാഇന്റെ ഖബറിന്റെ ചാരത്ത് നിന്നുകൊണ്ട് പടച്ചവനോട് പറയുകയാണ്, അല്ലാഹുവേ, നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുമ്പോ എല്ലാവരും ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ച റബ്ബിന്റെ ഭയാനകമായ മസ്സറയുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, അതാ ഗർഭിണികളായ പെണ്ണുങ്ങൾ നിലവിളിച്ചു കൊണ്ടുവരുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. അല്ലാഹുവേ, എല്ലാവരും പേടിച്ചു വിറച്ചുകൊണ്ട് തലതാട്ടി പിടിക്കുന്ന അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ. ആ കോടതിയിലേക്ക് നാളെ എന്റെ തൽഹ കടന്നു വരുമ്പോ അല്ലാ, നീ ചിരിക്കണേ അല്ലാ. അല്ലാഹുവോട് ദുആ ചെയ്യുന്ന നബിയേ, എന്റെ തൽഹ നാളെ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ, പുഞ്ചിരിക്കുന്ന മുഖത്തോട് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, എന്റെ തൽഹയുടെ മുഖത്തും സന്തോഷം കൊടുക്കണേ അല്ലാ. നിബിതങ്ങളാ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യുമ്പോ ഇതാണോ സ്നേഹമെന്ന് പറഞ്ഞാൽ? ഇതാണ് കൊടുത്താ തിരിച്ചു കിട്ടുന്ന ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. ഇതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിബിതങ്ങളെ സ്നേഹിക്കണേ, നിബിതങ്ങളെ ഇഷ്ടപ്പെടണേ, നമ്മുടെ ജീവന്റെ ജീവനായി മുത്തുനബിയെ കൊണ്ട് നടക്കണേ. അല്ലാഹുവേ, ആ പ്രവാചകനോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നിറച്ചു തരണേ അല്ലാ. ആ പ്രവാചകനോടുള്ള ആ ഒരു സ്നേഹം അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നിറച്ചു തരുമാറാകട്ടെ. നബിതങ്ങളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. നബിതങ്ങളോട് സ്നേഹമുള്ളവരൊക്കെ. എന്താ അരക്കയ്യന്മാരുണ്ടോ ഇവിടെ? അല്ലാഹുവെ, ആരൊക്കെ കൈപൊക്കിയോ ഈ കൈപൊക്കിയവർക്ക് ആ മുത്തി നബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കാൻ നീ ഭാഗ്യം കൊടുക്കണം അല്ലാ. പടച്ചവനെ ഒരിക്കൽ കുടിച്ചാ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാഹമുണ്ടാകില്ല. പടച്ചവനെ, ആ ഹൗദുൽ കൗസർ അവിടുത്തെ കരങ്ങളിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാൻ ഈ കൈപൊക്കിയെ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ റഹ്മാനെ. അല്ലാഹുവെ, മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ആ ശറഫാക്കപ്പെട്ട മുഖമൊന്ന് സ്വപ്നത്തിൽ നീ കാണിച്ചു തരണേ അല്ലാ.
ഈ കൈ പൊക്കിയത് അതിനൊരു കാരണമാക്കണേ തമ്പുരാനെ. ഈ കൈ പൊക്കിയത് അതിനൊരു കാരണമാക്കണേ തമ്പുരാനെ. കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാ. കൈ പൊക്കാത്തവനെ ഞാൻ എന്ത് പറയാനാ? ഞാൻ വേറൊന്നും ചോദിച്ചില്ല, 1,00,000 ചോദിച്ചില്ല. ഒന്ന് കൈ പൊക്കടോ. നബിതങ്ങളോടുള്ള മഹബത്ത് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഒന്നുകൂടെ കൈ പൊക്കിക്ക്. അൽഹംദുലില്ലാ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരും പറയുന്നത് നബിതങ്ങളോട് വല്ലാത്ത സ്നേഹമാണെന്നാ നമ്മളൊരു ധാരണയുണ്ട്. നമ്മളുടെ ധാരണ മൗലിദും നബിദിനം വരുമ്പോൾ മൗലിദ് നടത്തുക, പച്ചക്കു തോരണങ്ങൾ കെട്ടുക, ദഫ് നടത്തുക, വഴുത് നടത്തുക, മൗലിദ് ഓതുക, കുറെ പ്രഭാഷണങ്ങൾ നടത്തുക, നബിദിന ഇതൊക്കെയാണ് നബിതങ്ങളോടുള്ള സ്നേഹമെന്ന ഒരു ധാരണയുണ്ട്. എല്ലാവരും പറയുന്ന അള്ളാഹുവിന്റെ പ്രവാചകനോട് വല്ലാത്ത സ്നേഹമുണ്ടെന്നല്ലേ എല്ലാവരും പറയണത്, സ്നേഹമുണ്ടെന്നാ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങളോട് ഒരു മനുഷ്യന് സ്നേഹമുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ 4 അടയാളം കാണും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ കൈപൊക്കിയത് സത്യമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ 4 അടയാളം ഉണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ 4 അടയാളം ഉണ്ടാകും. ഈ 4 അടയാളം ഉണ്ടെങ്കിൽ നീ പറഞ്ഞത് സത്യം, നിന്നെ നബിതങ്ങൾ തന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇതില്ലെങ്കിൽ നീ പറഞ്ഞത് കള്ളമാ, നീ സൂക്ഷിക്കണം. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ നബിതങ്ങളോട് ഒരാൾക്ക് ആത്മാർത്ഥമായി സ്നേഹമുണ്ടെങ്കിൽ എത്ര അടയാളം ഉണ്ടാകും? ഏത് കാര്യത്തിന് അടയാളം ഇല്ലേ? ഏതൊരു വിഷയത്തിന് അടയാളം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നബിതങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ അവന്റെ സ്വജീവിതത്തിൽ 4 അടയാളങ്ങൾ കാണും. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 3 സ്വലാത്തു സ്വല്ലല്ലാഹു തിരുവള്ളം اللهم صل على محمد يا ربي صل عليه وسلم. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വയത് പറയുന്ന ഉസ്താദിന് വെള്ളം ചായ ഉണ്ടോ? വയത് കേൾക്കാൻ വന്നവർക്ക് കാപ്പി ഉണ്ട് കേട്ടോ. അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരായിരുന്നു. താത്തമാരൊക്കെ വെറുതെ ഇരിക്കുക, എന്നാലും ചായ കുടിക്കുക, കുടിച്ചോളി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പക്ഷെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ 1 ഗ്രാം തരാൻ മറക്കരുത് കേട്ടാ. വളരെ ഐഡിയപരമായിട്ട് അദ്ദേഹം പറഞ്ഞത് 1 പവനൊന്നും തരണ്ട, 1 ഗ്രാം. ഉസ്താദിനോട് കുറച്ചു നേരം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി പിരിവുണ്ടെന്ന്. പിരിവിന്റെ കാര്യം ഞാൻ ഇനിയിപ്പോ ഇവിടെ ഇപ്പൊ എന്ത് പിരിക്കാനാ? എന്താ ഇവിടെ ഇപ്പൊ എന്ത് പിരിക്കാനാ? ഇപ്പൊ ഇവിടത്തെ ഇനി ഇവിടെ പിരിവെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. റോഡിലൂടെ നടന്നു പോകുമ്പോ കരിമ്പ് ജ്യൂസ് അടിക്കുന്നവനെ കണ്ടിട്ടുണ്ടോ? ഓൻ്റെ അടുത്ത് പോയിട്ട് ഒരു ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ ഓനൊരു 3 കരിമ്പ് എടുത്തിട്ട് ആ മെഷീനകത്ത് വെക്കും. തിരിച്ചും മറിച്ചും. നമുക്ക് തന്നെ സങ്കടം തോന്നും. അടിയണ്ട. അടിച്ചതിന്റെ അവസാനത്തെ ചാറും അവൻ ഊറ്റും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ മടക്കും. നമ്മൾ വിചാരിക്കും കളയാനായിരിക്കും. ഇതെല്ലാം മടക്കി വെച്ചിട്ട് ഒരു ഇഞ്ചിയുടെ കഷ്ടം വെച്ചിട്ട് വീണ്ടും ഒരു അടിയുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ അടിക്കാൻ ഞാൻ വന്നിരിക്കുന്നേ. ആ ഒരു അടി അടിക്കണമെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വയ്യോട് അടിക്കാനൊക്കെ അൽഹംദുലില്ലാ. നിങ്ങൾക്ക് മനസ്സ് അള്ളയല്ലേ തരുന്നേ? അള്ളാഹു അല്ലേ മനസ്സ് തരുന്നത്? ഞാനൊന്നും അല്ലല്ലോ. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും അല്ലല്ലോ. കടമെന്ന് പറയുന്നത് ഒരു വലിയ പേടിക്കേണ്ട കാര്യമാണ്. കടക്കാരനായി മരിക്കുന്നവരെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പഴംപൊരിയും ചായയും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ഉപ്പൊക്കെ എപ്പോഴേ രക്ഷപ്പെട്ടു മനുഷ്യ. നിങ്ങള് പഴംപൊരിയും ചായയും വാപ്പാടെ പരലോകം രക്ഷ. വാപ്പ ഇപ്പൊ അവിടെ കിടന്ന് അറുമാദിക്കുമായിരിക്കും. അൽഹംദുലില്ലാ, അവരൊക്കെ രക്ഷപ്പെട്ടു. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. അള്ളാഹു നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. ഇവിടെ മരിച്ച വീട്ടിലിരുന്ന് ഒരാൾ ഇങ്ങനെ കരയുക. ഒരാൾ മരണ വീട്ടിലിരുന്ന് കരയുന്ന കണ്ടപ്പോ ഇമാം ഗസാലി തങ്ങളോ അതോ മഹാനവറുകൾ ഇങ്ങനെ ചിരിച്ചു, എന്തിനാടാ നീ ഇങ്ങനെ കരയണേന്ന്. എടാ, നീ നിന്നെ ഓർത്തിട്ട് കരയടാ. മരിച്ച മയ്യത്തിന് ഓർത്തിട്ടല്ല കരയേണ്ട, നീ നിന്റെ കാര്യം ഓർത്തിട്ട് കര. എന്തേ കാരണം? ഈ മരണം എന്ന് പറയുന്ന ആ വലിയ കടമ്പ രക്ഷപ്പെട്ടിട്ട് അയാൾ കിടക്കണേ. മരിച്ച ആള് മരണമെന്ന് പറയുന്ന വലിയ കടമ്പ ഉണ്ടല്ലോ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഖുർആൻ പറഞ്ഞത് മരണത്തിന് വേദനയുണ്ടെന്നാ. ആ വലിയ കടമ്പ കടന്നിട്ട് അയാൾ കിടക്കണേ. നീയാണെങ്കിൽ ആ കടമ്പ കടക്കാൻ വേണ്ടി ഇരിക്കുന്നവനാ. ഓൻ രക്ഷപ്പെട്ടു, നീ നിന്റെ കാര്യം ഓർത്തിട്ട് കരയുന്നു. അള്ളാഹു നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. എങ്കിലും അൽഹംദുലില്ലാ ചായയും കടിയൊക്കെ കൊടുത്തു. അള്ളാഹു ആ സഹോദരന്റെ
ഉപ്പ, അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ അടയാളം എന്താ? ഒരാൾക്ക് നബിതങ്ങളോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹമുള്ളതിന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അള്ളാഹുവേ, ഒരാൾ ആത്മാർത്ഥമായിട്ട് നബിതങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ, ആ ഇഷ്ടപ്പെടുന്നവന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? വത്തബഅ നൂറല്ലദീ ഉൻസില മഅ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ അടയാളം എന്താ? ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? ആ പ്രവാചകന് കൊണ്ടുവന്നതിനെ പടച്ചവനെ പിൻപറ്റലാണ്, മുറുകെ പിടിക്കലാണ്. അള്ളാഹുവിന്റെ പ്രവാചകനല്ലേ വിശുദ്ധമായ ഖുർആൻ കൊണ്ടുവന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനിലേക്ക് അതാ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന പടച്ചവനെ, ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. അവസാനമായി നബിതങ്ങൾക്ക് അവസാനമായിട്ട് ജിബ്രീൽ വന്ന് ഓതിക്കൊടുത്ത ആയത്തേതാ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ആദാം 114 സൂറത്തുകളുള്ള 6600 പരം വരുന്ന ആയത്തുകളുള്ള ആ പരിശുദ്ധമായ ഖുർആൻ മുറുകെ പിടിക്കുന്നതാരാ? ആ ഖുർആൻ മുറുകെ പിടിക്കുന്നതാരാ? ആ ഖുർആൻ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നവരാരാ? അള്ളാഹുവിന്റെ പ്രവാചകനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവനിൽ ഉണ്ടാകുന്ന ഒരടയാളമാണ് പരിശുദ്ധമായ ഖുർആൻ. അവിടെ നിന്ന് മുറുകെ പിടിക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നന്നാകാൻ പടച്ചവനെ പഠിക്കുന്നതിന് വേണ്ടിയല്ലേ ഖുർആൻ തന്നത്. ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന എത്ര പേരാ ഉള്ളത്? ആ ഖുർആൻ മുറുകെ പിടിക്കുന്ന എത്ര പേരാ ഉള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, പഠിക്കുന്നത് പോയിട്ട് ആ ഖുർആൻ പിൻപറ്റുന്നത് പോയിട്ട് ആ ഖുർആൻ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നത് പോയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിനെ ബഹുമാനിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. നമ്മളിൽ പലർക്കും ആ ഖുർആനിനോട് ബഹുമാനം പോലുമില്ല, ആ ഖുർആനിനോട് ആദരവ് പോലുമില്ല, ആ ഖുർആനിന് കൊടുക്കേണ്ട പരിഗണന പോലുമില്ല. പടച്ചവനെ എന്ന ഖുർആനിനോട് നമ്മൾ കാണിക്കുന്ന അവജ്ഞയുണ്ടല്ലോ, ആ ഖുർആനിനോട് കാണിക്കുന്ന ആ നീതികേടുണ്ടല്ലോ, സഹോദരാ, ചെറുതായി കാണേണ്ട ഒരു കാര്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഖുർആനിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. എന്റെ പെങ്ങളോട് പറയുന്നു, എന്റെ സഹോദരങ്ങളോട് പറയുകയാണ്, എല്ലാ കാര്യങ്ങൾ കാണുന്നത് പോലെ നിങ്ങൾ ഖുർആനിനെ കാണാൻ പാടില്ല. അത് സാധാരണ ഒരു കിതാബല്ല, അത് സാധാരണ ഒരു കിതാബല്ല. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിന്റെ കലാമാ. അത് എത്രത്തോളം ഭയപ്പെടണമെന്നറിയുമോ? അത് എത്രത്തോളം പേടിക്കണമെന്നറിയുമോ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ എങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു എന്ന് അള്ളാന്റെ ഖുർആൻ പറയുമ്പോ, മക്കളെ, ചെറുതല്ലടാ സഹോദരാ, സാധാരണ ഒരു കാര്യമല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ആദരിക്കണേ, ബഹുമാനിക്കണേ, പരിഗണിക്കണേ, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണേ. ഒന്നുമില്ലാതെ തൊടാൻ പാടില്ല. ഖിബിലയുടെ നേരെ ഇരുന്ന് വേണം പാരായണം ചെയ്യാൻ. ആ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് സംസാരിച്ചാൽ പെങ്ങളെ നിസാരമായി കാണേണ്ട ഒരു കാര്യമല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്നുമില്ലാതെ തൊടാൻ പാടില്ല. അത് ഖിബിലയുടെ നേരെ ഇരുന്നിട്ട് വേണം
പാരായണം ചെയ്യാൻ ആ ഖുർആൻ ഇരുന്ന് പാരായണം ചെയ്യുമ്പോ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് സംസാരിച്ച അവന്റെ 40 ദിവസത്തെ അമല് പൊളിഞ്ഞു പോകുമെന്നാ. പടച്ചവനെ, നിന്റെ നന്മകൾ പൊടിഞ്ഞു പോവുകയാ, നിന്റെ നന്മകൾ പൊടിഞ്ഞു പോവുകയാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിന്റെ കോലം മാറ്റി അല്ലാഹു കൊണ്ടുവരികയാ. നിസാര കാര്യമല്ലടാ ചെറുപ്പക്കാരാ. ബഹുമാനിക്കണം മോനെ, പഠിക്കണം മോനെ. ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം എന്തെന്നറിയുമോ? ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരിക്കൽ നബി തങ്ങൾ സ്വഹാബത്തിന്റെ മുമ്പിലിരുന്ന് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ, നരകത്തെ കുറിച്ച് പറയുമ്പോ സ്വഹാബാക്കൾ മുഴുവനും നബി തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പയന്ന് വിറച്ചു കൊണ്ടിരിക്കുകയാണ്. ഉടനെ നബി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ, സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരട്ടെയോ? ബലാ യാ റസൂലല്ലാഹ്. എന്താണ് നബിയേ, എന്താണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത സ്വർഗത്തിലേക്ക് പോകാൻ എളുപ്പ വഴിയായി പറഞ്ഞു കൊടുത്ത നന്മ എന്തെന്നറിയുവോ? വഴുത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന, നടന്നു പോകുന്ന വഴിയിൽ ഒരു കമ്പ് കിടക്കുകയാ, ഒരു കല്ല് കിടക്കുകയാ, ഒരു കുപ്പി കിടക്കുകയാ. അല്ലാഹുവേ, വഴിയിലൂടെ നടന്നു പോകുന്നവർക്ക് തടസ്സമായി കിടക്കുന്ന ഒരു കമ്പെടുത്തു മാറ്റിയാൽ, ഒരു കല്ലെടുത്തു മാറ്റിയാൽ, പടച്ചവനെ, നീ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സ്വഹാബത്തിന് വല്ലാത്ത സന്തോഷമായി. കാരണം അവരുടെ മനസ്സിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ മോഹം സ്വർഗമാണല്ലോ. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് നിബിതങ്ങളുടെ മറുപടി അവർക്ക് വല്ലാത്ത സമാധാനമായി. നിബിതങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? സ്വഹാബാ, നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാവം പറഞ്ഞു തരട്ടെ സഹാബാ? നിബിതങ്ങളുടെ ചോദ്യമാ, നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപം പറഞ്ഞു തരട്ടെയോ? എന്താ നബിയേ, എന്താ നബിയേ? പെങ്ങളെ, പഠിക്കണേ പൊന്നുമോളെ. നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപമേതാ? നീ വിചാരിക്കും വ്യഭിചാരമാണെന്ന്, നീ വിചാരിക്കും കള്ളുകുടിയാണെന്ന്, നീ വിചാരിക്കും പലിശയാണെന്ന്, നീ വിചാരിക്കും നിസ്കരിക്കാത്തവന് കൊടുക്കുന്ന ശിക്ഷയാണെന്ന്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയോ? അതാ ഉയരമുള്ള സ്ഥലത്തു നിന്ന്, ഉയരമുള്ള സ്ഥലത്തു നിന്ന് ഒരു കല്ല് താഴേക്കിട്ടാൽ അത് എത്ര സ്പീഡിലാണോ താഴെ വന്ന് വീഴുന്നത്, ഇതുപോലെ നരകത്തിലേക്ക് വീണു പോകുന്ന ഒരു തെറ്റു പറഞ്ഞു തരട്ടെ പെങ്ങളെ. അത് അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചിട്ടു മറക്കല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ടു മറന്നു കളയല്. അത് 30 ജുസുവാണെങ്കിലും, അല്ലെങ്കിൽ ഒരു സൂറത്താണെങ്കിലും, അല്ലെങ്കിൽ ഒരു ആയത്താകട്ടെ, എല്ലാം അല്ലാഹുവിന്റെ കലാമാ, എല്ലാം അല്ലാഹുവിന്റെ കലാമാ. പരിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് മറന്ന അവൻ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് ചിന്തിച്ചു നോക്കൂ. എത്ര സൂറത്തുകൾ കാണാതെ പഠിച്ചവരാണ്, എത്ര ജുസു കാണാതെ പഠിച്ചവരാണ്, എത്രയോ ആയത്തുകൾ കാണാതെ പഠിച്ചവരാണ്. സൂറത്തുർ റഹ്മാനും സജദയും മുൽക്കും അമ്മയെ പഠിച്ചവനെ 30ാമത്തെ ജുസു ഒരുപാട് സൂറത്തുകൾ കാണാതെ പഠിച്ചവരല്ലേ? ഓർമ്മയുണ്ടോ വാപ്പാ? ഓർമ്മയുണ്ടോ പെങ്ങളെ? ധൈര്യമുണ്ടോ മോളെ? ആ ഖുർആൻ പഠിച്ചതൊക്കെ ഒന്ന് ഓതിയെടുക്കാൻ നിനക്ക് സമയമില്ലല്ലോ. കാരണം അത് ഖുർആനല്ലേ, അത് ഖുർആനല്ലേ. നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന പാപമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
വസല്ലം ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിച്ചാൽ തന്നെ നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.